അപ്പോൾ അതൊക്കെയാണ് കുറ്റങ്ങൾ. ഓടിച്ചിട്ട് കുറ്റം പറയാം. ഡോമിനറിൻ്റെ ഒക്കെ സൗണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ബാക്ക്. നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഒരു കിടിലൻ വണ്ടിയാണ്. നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ 400X ആണ്. സോ ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രീമിയം ബൈക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. ഹായ്, ഹായ്, നടക്കാൻ പോകണോ? ഇന്നെന്ത് നേരത്തെ? ഓക്കെ ചേട്ടാ, ഇല്ല ഇപ്പോൾ ഓണാക്കിയിട്ടില്ല. ഓക്കെ എന്നാ ചേട്ടാ ചേട്ടാ. സോ നമ്മളെ കയ്യിൽ ഇന്നുള്ളത് ഇതേ നമ്മുടെ സ്വന്തം ട്രയംഫ് സ്ക്രാംബ്ലർ 400X ആണ്. ഈ വണ്ടി ഞാൻ ഇത്രയും നേരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരമായിട്ട് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് നല്ല രസമുണ്ട് ഓടിക്കാൻ. ഞാൻ മുന്നേ ഓടിച്ച സമയത്ത് അത്ര ഒരു രസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇത്തവണ ഈ വണ്ടി എന്നെ വല്ലാണ്ട് ഇഷ്ടപ്പെടുത്തി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഓടിച്ച സമയത്ത് ഈ വണ്ടി ഓടിച്ച സമയത്ത് അതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റിഫായിരുന്നു. അതായത് നമ്മളിപ്പം ക്ലച്ച് പിടിച്ചതിന് ശേഷം ഒന്ന് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്കോ വിടുന്ന സമയത്ത് ഭയങ്കരമായിട്ടും നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് കാല് ഭയങ്കരമായിട്ടും നമുക്ക് എഫേർട്ട് എടുത്തിട്ട് വേണം മേലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫീലായിരുന്നു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. ബട്ട് ഇത്തവണ എടുത്തപ്പോൾ ഒരു രക്ഷയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ടുണ്ട് എൻജിനും ഗിയർ ബോക്സും ക്ലച്ചും ഒക്കെ കൂടെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ആകെ ഇത്രയും നേരം ഓടിച്ചതിൽ ഏകദേശം ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൈഡിങ് പോസ്ചർ കാരണം. അത് മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ടിൽ അത്ര ഹൈറ്റ് ഇല്ലാത്തത് കാരണം തന്നെ ഇതിൻ്റെ നമ്മുടെ വിൻഡ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് നേരെ അര തൊട്ട് മേലോട്ടേക്ക് തല വരെ എല്ലായിടത്തും നമുക്ക് വല്ലാണ്ട് അടിക്കുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് ഏകദേശം ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് ഈസ് ഡൂയിങ് പെർഫെക്റ്റ്ലി ഗുഡ്. ട്രയംഫ് ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്, സസ്പെൻഷൻ കുഴപ്പമില്ല. ബട്ട് കുറച്ച് റോക്കി ആയിട്ടുള്ള റോഡിലൊക്കെ അത്യാവശ്യം സീനാണെങ്കിൽ പോലും ഹൈവേയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സോസ്റ്റ് നോട്ട് കാര്യം പറഞ്ഞു, സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു. പിന്നെയുള്ള ഹാൻഡ്ലിങ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറയും മെനൂവർ ചെയ്തിട്ട് ഇപ്പോൾ സിറ്റിയിലൂടെ ആണെങ്കിലും അല്ലാത്തടത്തോടാണെങ്കിലും നമുക്കിപ്പോൾ ഒരു ഗട്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ വെട്ടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊക്കെ ഭയങ്കരമായിട്ടും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അത്യാവശ്യം മൈലേജ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു 30 അല്ലെങ്കിൽ 25 മുതൽ 35 വരെ ആയിരിക്കും ഇതിൻ്റെ ഈ ഒരു കാറ്റഗറി എന്താ പറയുക വണ്ടികളുടെ അല്ലെങ്കിൽ പുതിയ ഇറങ്ങിയ വണ്ടികളുടെ ഒരു മൈലേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പവറാണ്. വണ്ടീൻ്റെ മൊത്തത്തിലുള്ള പവർ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. കാരണം വണ്ടി നമ്മൾ ഒരു ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീലാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ മേ ബി ഇതിൻ്റെ ഹാൻഡിൽ ബാസിൽ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ വെറുപ്പിക്കുന്ന വൈബ്രേഷൻ അല്ല, ബട്ട് നമ്മളെ ആ വണ്ടീൻ്റെ ഒരു കറക്റ്റ് ഫീല്, അതായത് വണ്ടിക്ക് എത്രത്തോളം പവർ ഉണ്ട്, എത്രത്തോളം ടോർക്ക് ഉണ്ട് എന്ന് നമ്മളെ കറക്റ്റ് മനസ്സിലാക്കി തരുന്ന ടൈപ്പ് ഒരു വൈബ്രേഷൻ ഹാൻഡിൽ ബാറിലുണ്ട്. അത് എത്ര ദൂരം ഓടിച്ചു കഴിഞ്ഞാലും നമുക്ക് കൈയൊന്നും അധികം തരിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു തരത്തിലുള്ള ഒരു വൈബ്രേഷനാണ്. ഒരു എൻജോയബിൾ വൈബ്രേഷൻ, അത് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. പിന്നെയുള്ള നമുക്ക് ഇതിനെ പറ്റി പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് കംഫർട്ടാണ്. സീറ്റ് കംഫർട്ട് പില്ലിൻ്റെ അത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇപ്പം ഇത്രയും ദൂരം ഓടിച്ച സ്ഥിതിക്ക് എൻ്റെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോങ് പോകുമ്പോൾ എന്താ എനിക്ക് അവസ്ഥ എന്നറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വർക്ക്സ് ജസ്റ്റ് ഫൈൻ, അത്രേ പറയാനുള്ളൂ. കാരണം അവൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു ഇതുവരെ വന്നിടത്തോളം ഒരു ഏകദേശം ഒരു 30 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. 30 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് ചെയ്ത് സീറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ആ ഭാഗത്തോട്ട് ഇപ്പോൾ എനിക്ക് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ലോങ് അവൻ്റെ കൂടെ എവിടെയെങ്കിലും റൈഡൊക്കെ പോകുന്ന സമയത്ത് മേ ബി ഞാൻ ഈ വണ്ടി ഒന്ന് ലോങ് ഒക്കെ ഓടിച്ച് അത്യാവശ്യം ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഹൈവേയിലും കാര്യങ്ങളൊക്കെ. സോ അതൊക്കെയാണ് നമുക്ക് സീറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം
എന്താ പറയുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ മാത്രമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ മാത്രമേ. ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ലുക്സ് ജസ്റ്റ് ഫൈൻ. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പരിപാടികളൊക്കെ ടേൺ ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ബട്ട് എന്തായാലും ഡിസ്പ്ലേയും കൊള്ളാം, വലിയ കുഴപ്പമില്ലാത്തൊരു ലുക്ക്. അതായത് ഈ ഒരു ബൈക്കിന് ആവശ്യമുള്ള ലുക്ക് മാത്രം കൊടുത്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് ലുക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. വേറെ എക്സ്ട്രാ ഒന്നും കയറ്റിയിട്ടില്ല. ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ ഉണ്ട്, ABS ഉണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ എൻജിൻ്റെ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ സർവീസിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, പിന്നെ ഫ്യൂവൽ ഗേജിൻ്റെ വാർണിംഗ് ഉണ്ട്, ഹസാർഡ് ലൈറ്റ് സ്വിച്ച് ഉണ്ട്, പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇത്രയും മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ള ബേസിക് ഇൻഫർമേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഫ്യൂവൽ ഗേജിൻ്റെ എത്രത്തോളം എത്ര അക്യുറേറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഫർമേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വെതറിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ അത് അക്യുറേറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. മേ ബി അത് വെതർ ആണോ എന്ന് എനിക്കറിയത്തില്ല, കാണാൻ അതുപോലെ ഉണ്ട്. സോ അതൊക്കെയാണ് അതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഈ വണ്ടീൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതിപ്പം ഐഡിലിരിക്കുന്ന സൗണ്ടാണ്. അത്യാവശ്യം നല്ല സൗണ്ടാണ്. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ബട്ട് കുറച്ച് ലൗഡായിട്ടുള്ള ഒരു സൗണ്ടാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര രസമുള്ള സൗണ്ട് കേൾക്കാൻ. ഇപ്പോൾ നമ്മളൊരു 75-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നൈസായിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വേറെ മൂഡാണ്. ഒരു രക്ഷയില്ലാത്ത ഫീഡ്ബാക്കാണ് എൻജിൻ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് ഓടിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അത്യാവശ്യം ടോർക്കി എൻജിനായതുകൊണ്ട് തന്നെ നമ്മുടെ എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ഭയങ്കര സ്വീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഓടിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അറിയാം. മീൻസ് കറക്റ്റ് റെവ് മാച്ചൊക്കെ ചെയ്തിട്ട് നമ്മൾ ബ്രേക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതിന് മുന്നേ തന്നെ വണ്ടി നമുക്ക് നിർത്താൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം ഓടിച്ച സമയത്ത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ബട്ട് ഇപ്പം ഞാൻ പറയുന്നു വണ്ടി ഫാനാക്കി കളഞ്ഞു. എനിക്ക് ഹൈറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരു 6.2 അടിയാണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈറ്റിൽ എനിക്ക് അത്യാവശ്യം വിൻഡ് ബ്ലാസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ അത്ര എൻജോയബിൾ അല്ല ഹയർ RPM അല്ലെങ്കിൽ ഹയർ സ്പീഡിൽ. ബട്ട് എന്നാൽ പോലും ഭയങ്കരമായിട്ടും നമുക്ക് എന്താ പറയുക, ത്രോട്ടിൽ റെസ്പോൺസും അതേപോലെ തന്നെ ക്ലച്ച് ആണെങ്കിലും എല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിലൊരു ഫീഡ്ബാക്ക് തരാൻ വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ഈ വണ്ടീൻ്റെ മേലിരിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം അല്ലെങ്കിൽ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കരമായിട്ടും ഒന്നും പറയാനില്ല. പിന്നെ കാണിക്കാനുള്ള ഈ വണ്ടീൻ്റെ ആക്സലറേഷനാണ്. നൂറൊക്കെ പുട്ട് പോലെ കയറും, ഒരു കുഴപ്പമില്ല. എന്ന് പറയുന്നത് ഈ വണ്ടിക്കൊരു വിഷയമേ അല്ല. ജസ്റ്റ് ഒരു
നമ്മളൊന്ന് കൈ കൊടുത്ത് തേർഡ് ഫോർത്ത് ഗിയർ ഒക്കെ ആകുമ്പോഴത്തേക്ക്, ഫോർത്ത് ഗിയർ ആവണം തന്നെയല്ല, അതിനുള്ളിൽ തന്നെ ഒരു 100 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. സോ ആക്സലറേഷൻ അത്ര വലിയൊരു വിഷയമല്ല ഈ വണ്ടിക്ക്. പൊട്ട് പോലെ കയറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെറുപ്പിക്കുന്ന വൈബ്രേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നല്ല എക്സോസ്റ്റ് നോട്ടാണ്. നമ്മൾ അത്യാവശ്യം കയറുന്ന സമയത്ത് ആക്സലറേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റു വണ്ടികളെ പോലെ നമുക്ക് ഭയപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഭയങ്കര പേടിച്ച് നമ്മൾ ആക്സലറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് നമ്മളെ കയ്യിൽ വണ്ടി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ആദ്യം പേടിക്കാണ്ട് തന്നെ ആക്സലറേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാവുന്നതാണ്. മീൻസ് പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വണ്ടീനെ ഓവർടേക്ക് ആണെങ്കിൽ നിങ്ങൾ ഏത് ഗിയറിലാണെങ്കിലും ചുമ്മാ കൈ കൊടുത്താൽ മാത്രം മതി, വണ്ടീൻ്റെ പണിയെടുത്തോളും. നമ്മൾ ഒരു ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ വണ്ടിയിലില്ല. അതാണ് ഈ വണ്ടീൻ്റെ ഏറ്റവും ഒരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടോർക്ക് എൻജിനാണ്. നമ്മളിപ്പം ചുമ്മാ ഐഡിലിൽ വണ്ടി ഇട്ടിട്ട് ആയിട്ട് നമ്മൾ ആക്സലറേറ്റർ ചുമ്മാ ഐഡിലിൽ വെക്കുക, എന്നിട്ട് ക്ലച്ച് മാത്രം വിട്ടിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് വരെ നമുക്ക് ഈസി ആയിട്ട് വണ്ടി മൂവ് ചെയ്ത് കൊണ്ടുപോകും. ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ബോണവില്ല് അതേപോലെ തന്നെ ട്രയംഫിൻ്റെ സ്ട്രീറ്റ് ട്രിപ്പിളൊക്കെ കൊണ്ട് നമ്മൾ കോസ്റ്റൽ ഏരിയയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഹിൽ സൈഡ് പോലെയുള്ള ഏരിയയിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്രൂസ് ചെയ്ത് പോകുന്ന ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വീഡിയോസൊക്കെ ഇല്ലേ, ആ ഒരു ഫീല് കറക്റ്റ് ഈ വണ്ടി നമുക്ക് ഭയങ്കരമായിട്ട് തരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ മീൻ ആ ഒരു ലുക്ക് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഈ ഒരു പാർട്ടും അതേപോലെ തന്നെ വിൻഷീൽഡൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പക്ക ആ വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കോർണറും എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വണ്ടീൻ്റെ മറ്റൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കോർണറിങ് അതേപോലെ തന്നെ സിറ്റിയിലുള്ള ഹാൻഡ്ലിങ് കാര്യങ്ങൾ ഇതൊക്കെ അത്യാവശ്യം വൃത്തിക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിത് ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സിറ്റിയിൽ ഓടിക്കാൻ അത്യാവശ്യം പാടായിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ കുറച്ചൊരു നമ്മൾ ഓടിച്ചൊന്ന് യൂസ് ടു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വണ്ടി എടുത്ത് ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെ വേണേലും എങ്ങോട്ട് വേണേലും ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഓടിച്ച് യൂസ് ടു ആകാൻ കുറച്ച് സമയം എടുക്കും, പ്രത്യേകിച്ച് ഇതുപോലെ ട്രിക്കി ആയിട്ടുള്ള ട്രാഫിക്കിലൊക്കെ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാം. മീൻസ് ഫ്ലിക്ക് ചെയ്യണമെങ്കിൽ ഫ്ലിക്ക് ചെയ്യാം. നമ്മൾ കുറേ നേരമായിട്ട് സിറ്റിയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ്. പ്രത്യേകിച്ച് കാലിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് ഹീറ്റിങ്ങോ മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇരുത്തത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സിറ്റി തന്നെയാണ് ഉള്ളത്. സോ ഇതുവരെയായിട്ട് ഈ പറഞ്ഞ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഇരുത്തത്തിൻ്റെ ബുദ്ധിമുട്ട്, സീറ്റിങ്ങിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും കുണ്ടിവേദനയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. സോ എന്തായാലും നല്ലൊരു രസമുള്ള ഫണ്ണായിട്ടുള്ളൊരു വണ്ടിയാണിത്. കൊല്ലടാ കൊല്ല്, എല്ലാവരും കൂടെ കൊല്ലന്നെ. അപ്പോൾ അത്യാവശ്യം ഫണ്ണായിട്ടുള്ള വെഹിക്കിളാണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലത്തെ ട്രാഫിക്കിലൊക്കെ ഇതിപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാനും ഈസി ആയിട്ട് നമുക്ക് ഇടയിൽ കുത്തി കയറ്റി കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട്. ഇനിയിപ്പം പുറകു വശം പോയി എവിടെയെങ്കിലും മുട്ടുമെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വണ്ടിക്ക് നീളം കുറവാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടേൺ ചെയ്തെടുത്ത് കൊണ്ടുപോയി എങ്ങനെ വേണേലും നമുക്ക് പെരുമാറാവുന്ന വണ്ടിയാണ്. ഇനിയിപ്പോൾ ഓഫ് റോഡിൽ ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇതിൻ്റെ ഷോർട്ട് ഗിയർ ആയതുകൊണ്ട് തന്നെ അത്ര ഫണ്ണായിരിക്കില്ല എന്ന് എനിക്ക് എന്തായാലും ഉറപ്പാണ്. അതിൻ്റെ ഫസ്റ്റും സെക്കൻഡൊക്കെ ഗിയേഴ്സ് അത്യാവശ്യം ഷോർട്ട് ഗിയേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കാൻ അത്ര ഫണ്ണായിരിക്കത്തില്ല, എന്തായാലും ഫണ്ണായിരിക്കത്തില്ല. കാരണം ഒരു അത്യാവശ്യം ലോങ് ഗിയേഴ്സിലുള്ള ഒരു വണ്ടി തന്നെ ഓഫ് റോഡിൽ വേണ്ടി വരും. ഇതെന്തായാലും അത്ര ഫണ്ണായിരിക്കത്തില്ല 100% എനിക്ക് ഉറപ്പാണ്. കണ്ടോ, ഇതിപ്പം നമുക്ക് ഈസി ആയിട്ട് സിറ്റി കൂടെ ഇത്രയും ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി നമുക്കെടുത്ത് ഫണ്ണായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവ് സാധനം ഇതിൻ്റെ അന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പക്ക റവ് മാച്ചൊക്കെ ചെയ്തിട്ട് ഗിയറൊക്കെ ഡൗൺ ചെയ്തിട്ട്
ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി നിർത്താൻ പറ്റും എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ നിന്നെടുക്കുന്നൊക്കെ ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് കുത്താനോ, മീൻസ് ഏത് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർക്കും ഒരേപോലെ വണ്ടി എന്താ പറയുക നിന്നെടുക്കുന്ന ടേൺ ചെയ്യാൻ പറ്റുന്നുള്ള വേറൊരു കാര്യമുണ്ട്. സോ ഈസി ടു കൺട്രോൾ. ലൈക്ക് ആദ്യം എടുക്കുമ്പോൾ അത്യാവശ്യം സ്റ്റിഫായിട്ട് തോന്നിയെങ്കിലും പിന്നെ അത് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര നല്ലൊരു ഫീഡ്ബാക്ക്. ഇതിപ്പോൾ ഞാൻ വണ്ടി സെക്കൻഡ് ഗിയറിലാണ് ഇട്ടേക്കുന്നത്. വണ്ടി സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് നമ്മൾ വണ്ടി നിന്നെടുക്കുന്ന ഐഡിലാണുള്ളത്. ഓക്കെ, റെഡി? സെക്കൻഡ് ഗിയറിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ സാധാ ഓടിച്ച് പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു ടോർക്കിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കരമായിട്ട് അത് കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഓടിക്കാൻ. ഐ മീൻ സെക്കൻഡ് ഗിയറിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. മീൻസ് ഫസ്റ്റ് ഗിയറിൽ അത്യാവശ്യം സ്റ്റിഫാണെങ്കിലും സെക്കൻഡ് ഗിയറിലിട്ട് കൊല്ലടാ കൊല്ലി എല്ലാം കൂടെ എന്നെ കൊല്ലങ്ങട്ട്, എൻ്റെ ദൈവമേ. ഓരോരോ ആൾക്കാർ ഇറങ്ങിക്കോളും. എടാ ഇയാക്കെന്താ ഒട്ടോ, ദേ പോണുണ്ട്, ഇങ്ങേര് ഭ്രാന്ത്. എന്തോ തിരക്കിലാണ് ആശാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രയംഫ് സ്ക്രാംബ്ലർ 400Xൻ്റെ വിശേഷങ്ങൾ. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇത് ജസ്റ്റ് റൈഡിങ് ഇംപ്രഷൻ മാത്രമാണ്. നമ്മൾ കൂടുതലായിട്ട് ഈ വണ്ടീനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. നമുക്ക് കൂടുതലായിട്ട് ഈ വണ്ടീനെ പറ്റി പഠിച്ചതിന് ശേഷം ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഓണറിനെയും കൂട്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ക്രാംബ്ലർ 400Xൻ്റെ വിശേഷങ്ങൾ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താ പറയുക വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ ഷൂട്ട് ചെയ്യുക. അതിൻ്റെ റിപ്ലൈസ് ഞാൻ ഷോർട്ട് വീഡിയോസായിട്ടോ അല്ലെങ്കിൽ വലിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ റിപ്ലൈസ് എന്തായാലും തരുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാണിക്കുക നമ്മുടെ സ്വന്തം കമൻറ്റ് ബോക്സിൽ. സോ താങ്ക് യു. അങ്ങോട്ട് കയറ്. വീട്ടിലെന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്.